ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ LDCക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് IT-യുമായി ബന്ധപ്പെട്ടിട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബ്രിഡ്ജാണ്. ഓപ്ഷൻ സി ബ്രിഡ്ജാണ്. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഗേറ്റ് വേ ആണ്. ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ്. മൂന്നാമത്തെ ചോദ്യം: നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണം ഏതാണ്? നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം റിപ്പീറ്ററാണ്. ഓപ്ഷൻ ഡി റിപ്പീറ്ററാണ്. നാലാമത്തെ ചോദ്യം: ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമായവ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡാറ്റ കൈമാറുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച് ആണ്. ഓപ്ഷൻ ബി സ്വിച്ച്. അഞ്ചാമത്തെ ചോദ്യം: കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഹബ്ബാണ്. ഓപ്ഷൻ സി ഹബ്ബാണ്. ആറാമത്തെ ചോദ്യം: ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം ഏതാണ്? ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്കാണ് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഓപ്ഷൻ സി ആവര് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഏഴാമത്തെ ചോദ്യം: ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? മോഡമാണ്. ഓപ്ഷൻ ഡി മോഡമാണ്. എട്ടാമത്തെ ചോദ്യം: ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ്? ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ ഫൈബർ. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒൻപതാമത്തെ ചോദ്യം: ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തന്നെ, അതായത് എൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന അതിന് സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ, പാൻ എന്ന് പറയും, അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പത്താമത്തെ ചോദ്യം: കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഏതാണ്? കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഹബ്ബാണ് കേട്ടോ. കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഹബ്ബാണ്. 11 വളരെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? വളരെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓപ്ഷൻ ഡി വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വളരെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ വാൻ എന്ന് പറയും അല്ലേ. 12ാമത്തെ ചോദ്യം: കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ എത്രയായിട്ട് തരംതിരിക്കാം? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ എത്രയായിട്ട് തരംതിരിക്കാം? 4ആയിട്ടാണോ? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ 4 ടൈപ്പാണുള്ളത് കേട്ടോ. 13ാമത്തെ ചോദ്യം: ഒരു നഗരത്തിലെയോ അല്ലെങ്കിൽ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു നഗരത്തിലെയോ അല്ലെങ്കിൽ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേട്ടോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 14ാമത്തെ ചോദ്യം: വളരെ ചെറിയ മേഖലയിൽ മാത്രമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? വളരെ ചെറിയ മേഖലകളിലായിട്ട്
വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ, ലാൻ എന്ന് പറയില്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 15 വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാ? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓപ്ഷൻ സി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറയില്ലേ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ഇത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 16 അതിവിശാലമായ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? അതിവിശാലമായ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 17 ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു കെട്ടിടത്തിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ലാൻ ആണ്, ലാൻ. ഒരു കെട്ടിടത്തിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഇത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 18 കേബിൾ ടി വി നെറ്റ്വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? കേബിൾ ടി വി നെറ്റ്വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേട്ടോ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 19 ലോകത്തിലെ ആദ്യത്തെ 5G മോഡം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 5G മോഡം ഏതാ? സ്നാപ്ഡ്രാഗൺ X50 ആണ് കേട്ടോ, സ്നാപ്ഡ്രാഗൺ X50. ലോകത്തിലെ ആദ്യത്തെ 5G മോഡമാണ് ഇത്, സ്നാപ്ഡ്രാഗൺ X50. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1995 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വരുന്നത്. 21ാമത്തെ ചോദ്യം, ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ ആരാണ്? ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ ആരാണ്? ആരാ? സബീർ ഭാട്ടിയ കേട്ടോ, സബീർ ഭാട്ടിയ. ഓപ്ഷൻ ഡി സബീർ ഭാട്ടിയ. 22 വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വൈഫൈയുടെ പിതാവ് ആരാ? വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക് ഹെയ്സ് ആണ് കേട്ടോ, വിക് ഹെയ്സ്. ഓപ്ഷൻ എ വിക് ഹെയ്സ് ആണ് വൈഫൈയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 23 ഇന്ത്യയിൽ ആദ്യമായിട്ട് വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാകുന്ന ഗോത്രഭാഷ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാകുന്ന ഗോത്രഭാഷ ഏതാണ്? ഏത് ഭാഷയിലാണ്? സാന്താളിയാണ് കേട്ടോ, സാന്താളി. ഓപ്ഷൻ സി സാന്താളി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാകുന്ന ഗോത്രഭാഷയാണ് ഇത്, സാന്താളി. 24 ഇന്ത്യയിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്ന നഗരം എവിടെയായിരുന്നു? ഡൽഹിയിലാണ് അല്ലേ, ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് വരുന്നത്? 3G സംവിധാനം നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരം അതെവിടെയാ? അത് കൊൽക്കത്തയാണ്. 3G ആണെങ്കിൽ ഡൽഹിയാണ്, 4G ആണെങ്കിൽ അത് കൊൽക്കത്തയാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാ? കൊച്ചിയിലാണ്. ഓപ്ഷൻ എ കൊച്ചിയിലാണ് ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്നത്. 27 ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിച്ച കമ്പനി ഏതാണ്? ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിച്ച കമ്പനി ഏതാ? എറിക്സൺ ആണ് കേട്ടോ, എറിക്സൺ ആണ്. ഓപ്ഷൻ എ എറിക്സൺ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് കേട്ടോ, 5G നെറ്റ്വർക്ക് ആരംഭിച്ച കമ്പനിയാണ് ഇത്, എറിക്സൺ. 28 വെബ് ബ്രൗസറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഏതാ? ഫേസ്ബുക്ക് ആണ്. ഓപ്ഷൻ എ ഫേസ്ബുക്ക്. വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? മോസില്ല ഫയർഫോക്സ്, ഒപേര മിനി, ഗൂഗിൾ ക്രോം, അതുപോലെ ആപ്പിളിൻ്റെ സഫാരി അല്ലേ, ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയർ ആണ് അല്ലേ, സോഷ്യൽ മീഡിയ സൈറ്റാണ് ഇത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഇനി 29ാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്ന വർഷം ഏതാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാണ് നിലവിൽ വന്നത്? 1995 ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്നത്. ഇനി 30ാമത്തെ ചോദ്യം, നെക്സസ് വികസിപ്പിച്ചത് ആരാണ്? നെക്സസ് വികസിപ്പിച്ചത് ആരാണ്? ഈ നെക്സസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറാണ് കേട്ടോ, നെക്സസ് ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറാണ്. അത് വികസിപ്പിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് കേട്ടോ, ടിം ബെർണേഴ്സ്-ലീ ആണ് നെക്സസ് വികസിപ്പിച്ചത്. 31ാമത്തെ ചോദ്യം, ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്?
ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? വെബ് ലോഗ് എന്ന പേരാട്ടോ. വെബ് ലോഗ് എന്ന പേരിലാണ് ബ്ലോഗുകൾ ആദ്യകാലത്ത് അറിയപ്പെട്ടത്. ഇനി 32ാമത്തെ ചോദ്യം, യാഹു ആരംഭിച്ച iOS ആൻഡ് ആൻഡ്രോയിഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? യാഹു ആരംഭിച്ച iOS ആൻഡ് ആൻഡ്രോയിഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാ? സ്കിറലാണ് കേട്ടോ, സ്കിറലാണ്. ഏതാ? സ്കിറലാണ്. അപ്പോൾ യാഹു ആരംഭിച്ച iOS, അതായത് iOS എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ആപ്ലിക്കേഷനാണ്. അതുപോലെ ആൻഡ്രോയിഡ് നമ്മുടെ സാധാ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വേണ്ടിയിട്ട് ആരംഭിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് ഇത് സ്കിറൽ എന്ന് പറയുന്നത്. 33ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ ഏതാ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. ഏതാ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ്. ഓപ്ഷൻ എ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. 34ാമത്തെ ചോദ്യം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതായിരിക്കും? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വിൻഡോസ് ആണല്ലേ. വിൻഡോസ് എന്താ? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണല്ലേ. വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഇമേജ് എഡിറ്റ്, ഇതൊക്കെ എന്താ? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണല്ലേ. നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും, ഇൻബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. വിൻഡോസ് എന്ന് പറയുന്നത് എന്താ? അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇത് വിൻഡോസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി 35ാമത്തെ ചോദ്യം, ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആട്ടോ. മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 36ാമത്തെ ചോദ്യം, 36ാമത്തെ, ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഏതാ? ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്ഷൻ എ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 37, സ്പർശിച്ചറിയാൻ കഴിയാത്ത കമ്പ്യൂട്ടറിലെ ഭാഗം ഏതാണ്? സ്പർശിച്ചറിയാൻ കഴിയാത്ത കമ്പ്യൂട്ടറിലെ ഭാഗം ഏതാ? സോഫ്റ്റ്വെയർസ് ആണ് അല്ലേ. സോഫ്റ്റ്വെയർസ് ആണ്. സ്പർശിക്കാൻ കഴിയുന്നതാണെങ്കിലോ അതിനെ നമ്മൾ ഹാർഡ്വെയർസ് എന്ന് പറയും അല്ലേ. അപ്പോൾ സ്പർശിക്കാൻ കഴിയാത്തതിന് നമ്മൾ എന്താ പറയുന്നത്? സോഫ്റ്റ്വെയർസ് എന്നാണ്. സ്പർശിക്കാൻ കഴിയുന്നതിന് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. 38, സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? പ്രോഗ്രാമറാണ്. ഓപ്ഷൻ സി പ്രോഗ്രാമർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 39, സോഫ്റ്റ്വെയറിനെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം? സോഫ്റ്റ്വെയർസിനെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം? എത്രയാ? 2 ആണ് കേട്ടോ. 2 ആണ് സോഫ്റ്റ്വെയർസിനെ വേർതിരിക്കുന്നത്. 40, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന OS ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? വിൻഡോസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി വിൻഡോസ്. 41ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താണ്? കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താണ്? എന്താ? OS ആണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താ? OS ആണ്. 42, കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം എന്നറിയപ്പെടുന്ന ഏതാണ്? കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമമാണിത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 43, വിൻഡോസ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? വിൻഡോസ് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? എന്നാൽ 1985 1985 OS. ഏത് OS ഇറങ്ങുന്നത്? വിൻഡോസ് സോഫ്റ്റ്വെയർ OS പുറത്തിറങ്ങിയ വർഷമാണ് ഇത് 1985. 44, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണ്?
മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാ? ബിൽ ഗേറ്റ്സ് ആണ്. ഓപ്ഷൻ സി ബിൽ ഗേറ്റ്സ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാ? ബിൽ ഗേറ്റ്സ് ആണ്. 45 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് ഏതായിരുന്നു? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് ഏതാ? വിൻഡോസ് 1.0 ആയിരുന്നു കേട്ടോ. വിൻഡോസ് OSൻ്റെ ആദ്യത്തെ പതിപ്പ് ഏതാ? വിൻഡോസ് 1.0 ആയിരുന്നു. 46 വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫാൾട്ട് ബ്രൗസർ ഏതാണ്? വിൻഡോസ് 10 OSൻ്റെയോടൊപ്പമുള്ള ഡിഫാൾട്ട് ബ്രൗസർ ഏതാ? എഡ്ജ് ആണ് കേട്ടോ. ഓപ്ഷൻ സി എഡ്ജ് ആണ്. വിൻഡോസ് 10 OSൻ്റെ കൂടെയുള്ള ഡിഫാൾട്ട് ബ്രൗസറാണ് ഇത് എഡ്ജ് എന്ന് പറയുന്നത്. 47 ആൻഡ്രോയിഡ് OSൻ്റെ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി ഗൂഗിൾ ആണ് അല്ലേ? ഓപ്ഷൻ സി ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്നത്. 48 മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത്. നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡ്. 49 മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് മൊബൈലാണ് കേട്ടോ. ഓപ്ഷൻ സി വിൻഡോസ് മൊബൈൽ. അപ്പോൾ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് വിൻഡോസ് മൊബൈൽ എന്ന് പറയുന്നത്. ഗൂഗിൾ പുറത്തിറക്കിയതാണെങ്കിൽ അത് ആൻഡ്രോയിഡുമാണ്. ഇനി 50ാമത്തെ ചോദ്യം, ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ആൻഡ്രോയിഡ് 13 ആണ് അല്ലേ? ആൻഡ്രോയിഡ് 13 ആണ്. 51 ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന OS ഏതാണ്? ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന OS സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 52 IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? AIX ആണ് കേട്ടോ. AIX ആണ്. ക്വസ്റ്റ്യൻ IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് AIX. 53 ഒരേ സമയം ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒരേ സമയം ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്ന OS ഏതാണ്? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 54 ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഓപ്ഷൻ എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 55 ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആട്ടോ. മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 56 ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും അതുപോലെ വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി സ്വതന്ത്ര സോഫ്റ്റ്വെയർ. 57 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം 1985-ലാണ്. 1985-ലാണ്. 58 ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എന്താണ്? ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എന്ത് പേരില? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന പേരില കേട്ടോ. ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. 59 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ കേട്ടോ. റിച്ചാർഡ് സ്റ്റാൾമാനാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാനാണ്. 60 MS വേർഡിൽ അടങ്ങിയിരിക്കുന്ന ടൂൾ ബാറിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
വേർഡിൻ്റെ ടൂൾ ബാറിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റൂളർ ഉണ്ട്, സ്റ്റാറ്റസ് ബാർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഉണ്ട്, മെനു ബാർ ഉണ്ട്. ഏതാ? സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. 61 വേർഡിൽ ഡോക്യുമെൻറ്റിൻ്റെ പേരടങ്ങിയിരിക്കുന്ന ബാർ ഏതാ? വേർഡിൽ ഡോക്യുമെൻറ്റിൻ്റെ പേരടങ്ങിയിരിക്കുന്ന ബാർ ഏതാ? ടൈറ്റിൽ ബാറാണ്. ഓപ്ഷൻ ബി ടൈറ്റിൽ ബാർ. 62 ചിത്രങ്ങൾ, വീഡിയോ തുടങ്ങിയ ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് ചിത്രങ്ങളും വീഡിയോകളും ആഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മെനു ഏതാണ്? ഏത് മെനുവാ? ഇൻസേർട്ട് മെനു ആണ് അല്ലേ? ഓപ്ഷൻ എ ഇൻസേർട്ട് മെനു ആണ്. 63 ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ട്, ബോർഡർ, അതുപോലെ പശ്ചാത്തല മാർജിൻ തുടങ്ങിയവ മാറ്റാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ട്, അതുപോലെ അതിൻ്റെ ബോർഡർ, അതിലേക്ക് പശ്ചാത്തലം, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം അല്ലെങ്കിൽ ഒരു മെനു ഏതാണ്? ഫോർമാറ്റ് മെനു ആണ്. ഓപ്ഷൻ സി ഫോർമാറ്റ് മെനു. 64 വേർഡിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വേർഡിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എന്ത് പേരിലാണ്? നോട്ട് പാഡ് എന്ന പേരിലാണ്. ഓപ്ഷൻ ഡി നോട്ട് പാഡ് എന്ന പേരിലാണ്. 65 എക്സൽ 2007 ഒരു വർക്ക് ഷീറ്റിലെ ആകെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? എക്സൽ 2007 ഒരു വർക്ക് ഷീറ്റിലെ ആകെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? 16384 കേട്ടോ. 16384 ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സൽ 2007 ഒരു വർക്ക് ഷീറ്റിലെ ആകെ കോളങ്ങളുടെ എണ്ണമാണ് 16384. 66 ചോദ്യം, ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മളൊരു കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് ഒരു 30 ദിവസത്തോളം നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? അത് എവിടെയായിരിക്കും? റീസൈക്കിൾ ബിന്നിലാണ് അല്ലേ? റീസൈക്കിൾ ബിന്നിൽ എന്തുണ്ടാവും? നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും? ഏകദേശം ഒരു 30 ദിവസത്തോളം അതിൽ സേവ് ആയിട്ട് കിടക്കും. 67 ചോദ്യം, ഒരു ഫയലിൻ്റെ സൈസിനെ കുറക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഒരു ഫയലിൻ്റെ സൈസിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി ഏതാ? കംപ്രഷറാണ്. ഓപ്ഷൻ സി കംപ്രഷർ. 68 ഒരു കംപ്രസ്ഡ് ഫയൽ വലുതാക്കി അതിൻ്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് മാറ്റുന്ന രീതി ഏതാണ്? അതായത് ഒരു ഫയൽ നമ്മൾ ചെറുതാക്കാനാണെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുക എന്ന് പറയുക. അങ്ങനെ കംപ്രസ് ചെയ്ത ഫയൽ നമുക്കതല്ല ആദ്യത്തെ പോലെ തന്നെ വേണം എങ്കിൽ അതിനെ ആ സൈസിലേക്ക് മാറ്റുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? അത് ഡീകംപ്രഷൻ അല്ലേ? ഡീകംപ്രഷൻ. ഓപ്ഷൻ ഡി ആണ് ഡീകംപ്രഷൻ. 69 പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണമാണ് ഡാഷ്. പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരമാണ് ഡാഷ്. ഏതാ? ഫയലുകളാണ്. ഓപ്ഷൻ എ ഫയലുകളാണ്. പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണത്തെ നമ്മൾ പറയും ഫയലുകളെന്ന്. 70 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? 1 വേർഡ് പ്രോസസ്സർ ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, ഡിലീറ്റിംഗ് ഉണ്ട്, കംപ്രഷൻ ഉണ്ട്. ഇതിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാ? വേർഡ് പ്രോസസ്സറാണല്ലേ? വേർഡ് പ്രോസസ്സർ. 71 ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാ? മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത് മൈക്രോസോഫ്റ്റ് ആക്സസ്. 72 ആക്സസ് അതായത് മൈക്രോസോഫ്റ്റ് ആക്സസ് ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആക്സസിലെ ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഫീൽഡാണ്. ഓപ്ഷൻ എ ഫീൽഡ് എന്ന പേരിലാണ്. 73 സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായുള്ള ഡാറ്റാ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? സോഫ്റ്റ്വെയർ ഒക്കെ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള ഡാറ്റാ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഏതാ? മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ്. മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ്. 74 കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതായിരിക്കും? എല്ലാവർക്കും അറിയുന്നത് ഏതായ? പവർ പോയിൻ്റ് അല്ലേ? പവർ പോയിൻ്റ് ആണ്. 75 ചോദ്യം, പൈത്തോൺ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പൈത്തോൺ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ഗൈഡോ വാൻ റോസമാണ്. ഗൈഡോ വാൻ റോസമാണ്.
76 പ്രോഗ്രാമുകൾ എഴുതുന്നതിനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? പ്രോഗ്രാമുകൾ എഴുതുന്നതിനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? ഇംഗ്ലീഷ് ആണ്. ഓപ്ഷൻ സി ഇംഗ്ലീഷ്. 78ാമത്തെ ചോദ്യം, HTML ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? HTML ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ, അതാണ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാ? ടിം ബെർണേഴ്സ്-ലീ ആണ് അല്ലേ? ടിം ബെർണേഴ്സ്-ലീ ആണ്. 79 ജാവ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാവ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ജാവ ലാംഗ്വേജാണ് ജെയിംസ് എ ഗോസ്ലിംഗ് ആണ് അല്ലേ? ജെയിംസ് എ ഗോസ്ലിംഗ് ആണ്. 80 ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഏതാണ്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ എന്താ? ജിംബാണ്. ഓപ്ഷൻ ബി ജിംബാണ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ആണ് ഇത് ജിംബ്. 81 അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ ആരാണ്? അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ ആരാ? തോമസ് നോളാണ് കേട്ടോ, തോമസ് നോള്. 82 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ എത്രയായിട്ട് തരംതിരിക്കാം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ എത്രയായിട്ട് തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഇനി 83 മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 0ഉം 1ഉമാണ് അല്ലേ? മെഷീൻ ലാംഗ്വേജിൽ 0ഉം 1ഉമാണ്. 84ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാ? മെഷീൻ ലാംഗ്വേജ് അല്ലേ? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഇത്, മെഷീൻ ലാംഗ്വേജ്. 85 C++ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? C++ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാ? സ്ട്രോസ്ട്രെപ്പ് ആണ് കേട്ടോ. ആരാ? സ്ട്രോസ്ട്രെപ്പ് ആണ്. ഓപ്ഷൻ സി സ്ട്രോസ്ട്രെപ്പ്. 85 സി ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സി ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ഡെന്നിസ് റിച്ചി ആണ്. ഡെന്നിസ് റിച്ചി. 87 ബി ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബി ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കെൻ തോംസൺ ആണ് കേട്ടോ, കെൻ തോംസൺ. 88 മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാ? മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാ? ബൈനറി സംഖ്യാ സമ്പ്രദായമാണ്. ബൈനറി സംഖ്യാ സമ്പ്രദായമാണ്.